Good morning. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് SVMന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയെടുത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. Now, if any of you have not watched the NPTEL video which I have sent you, please watch that video and then continue watching with this recording. ഈ ക്ലാസ് അത് വാച്ച് ചെയ്തതിന് ശേഷം വേണം നിങ്ങളിത് കാണാനായിട്ട്. കാരണം അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ക്വിക്ക് ആയിട്ട് പറഞ്ഞു പോവാണ്. ഓക്കെ. Now, കഴിഞ്ഞ ക്ലാസ്സിൽ മുന്നത്തെ ക്ലാസ്സുകളിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണ് ഈ ഹൈപ്പർ പ്ലെയിനിന്റെ മാക്സിമം മാർജിൻ ഉള്ള ഒരു ഹൈപ്പർ പ്ലെയിനെ ഡിസൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ആണ്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണം. ഓക്കെ. സോ ഈ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിൽ വി ആർ അസ്യൂമിങ് ദാറ്റ് വി ഹാവ് ട്രെയിനിങ് ഡേറ്റ സെറ്റ് ഓഫ് 2 ക്ലാസ്സസ്. ഒരു പോസിറ്റീവ് ക്ലാസ്സും ഉണ്ട്, ഒരു നെഗറ്റീവ് ക്ലാസ്സും ഉണ്ട്. ഈ ഡേറ്റ സെറ്റിൽ n പോയിന്റ്സ് ഉണ്ട്. So each vector x1 bar, x2 bar, xn bar അതെല്ലാം n data points ന്റെ vectors ആയി, input vectors ആയി. ഈ ഓരോ വെക്ടറിന്റെയും ക്ലാസ് ആണ് y1, y2, etc. yn എന്ന് പറയുന്നത്. So y is denoting either a positive class or a negative class. Okay, and we are making the assumption initially that the data set is linearly separable. എന്ന് വെച്ചാൽ ഒരു ലൈൻ വെച്ചിട്ട് പോസിറ്റീവിനെയും നെഗറ്റീവിനെയും എനിക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് അസംഷൻ. അങ്ങനെ ലീനിയർലി സെപ്പറബിൾ ആണെന്നുണ്ടെങ്കിൽ the line equation will be used to represent the hyperplane. So we have wx minus b is equal to 0. Okay, so wx minus b is equal to 0 where x is the data set in the vector. Okay, and w is the perpendicular to the data set. ആ വെക്ടറിനെയാണ് w എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. സോ x ഓൾറെഡി നമുക്കുണ്ട്. നമുക്ക് w കാൽക്കുലേറ്റ് ചെയ്യാനും b കാൽക്കുലേറ്റ് ചെയ്യാനും കോൺസ്റ്റന്റ് b, ആ bയും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു മെക്കാനിസം ഉണ്ടെങ്കിൽ നമുക്ക് SVMനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. So we need to look what are the constraints that will satisfy this particular equation. wx minus b is equal to 0. Okay, for a 2-class linearly separable data, we can select 2 hyperplanes. Okay, അപ്പം support vectors ഏറ്റവും ഈ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഇവിടെ കിടപ്പുണ്ടെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ഈ ഡിസ്റ്റൻസിന്റെ ഇടയിൽ കിടക്കുന്നതാണ് നമ്മുടെ ഹൈപ്പർപ്ലെയിൻ. There are multiple hyperplanes which can be in this particular distance. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഹൈപ്പർപ്ലെയിൻ സെലക്ട് ചെയ്യാനായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഈ സ്പേസിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന വെക്ടർ ആണ് സപ്പോർട്ട് വെക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവിലും ഏറ്റവും ഈ സ്പേസിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന വെക്ടർ ആണ് അതിന്റെ സപ്പോർട്ട് വെക്ടർ എന്ന് പറയുന്നത്. ആ സപ്പോർട്ട് വെക്ടർ is defined by wx minus b if it is greater than 1. പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ +1 ആണെന്നുണ്ടെങ്കിൽ or equal to 1, +1 or equal to 1 ആണെന്നുണ്ടെങ്കിൽ they are all positive samples, and -1 എന്ന് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് less than or equal to, on the lesser side of the hyperplane ആണ് കിടക്കുന്നതെങ്കിൽ then അത് നെഗറ്റീവ് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ ആ പോസിബിലിറ്റി ആണ് the largest distance between, that is if we can say that all positive samples lie in +1 area, that is ഒരു ഡിസ്റ്റൻസ് ഉണ്ട് between +1 and -1. Okay, so wx minus b is equal to 0 is the actual SVM. Okay, ഈ SVM ന്റെ മോളിൽ കിടക്കുന്ന ഒരു യൂണിറ്റ് സ്പേസ് ഇസ് ഫ്രീ ആയിട്ട് കിടക്കുന്നു. എന്നിട്ട് അതിന്റെ മുകളിലുള്ളതൊക്കെയാണ് പോസിറ്റീവ് എന്നും ഇപ്പുറത്തെ സൈഡിൽ അത്രയും തന്നെ സ്പേസിന്റെ താഴെയുള്ളതാണ് നെഗറ്റീവ് എന്നും പറയാൻ പറ്റുമെങ്കിൽ then we have got a clear demarcation എന്നാണ് പറയുന്നത്. So this is our assumption that the positives are all equal to +1. wx minus b equal to +1 ആണ് all positive samples, and wx minus b is equal to -1 is all negative samples എന്നത് നമ്മൾ ഒരു 2-class പ്രോബ്ലത്തിനാണ് അസ്യൂം ചെയ്യുന്നത്. So that is the largest possible distance. Okay, now അങ്ങനെയാണെങ്കിൽ if that is our assumption, that is our constraint, then maximum margin hyperplane is some hyperplane that lies halfway between the +1 and the -1. Okay, കാരണം +1 ആയിട്ടുള്ള സാമ്പിൾ പോസിറ്റീവ് ആണെന്നും -1 ആയിട്ടുള്ള സാമ്പിൾ നെഗറ്റീവ് ആണെന്നും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിനും തൊട്ട് നടുക്ക് കിടക്കുന്നതാണ് നമ്മുടെ ആക്ച്വൽ ഹൈപ്പർപ്ലെയിൻ എന്ന് പറയുന്നത്, മാക്സിമം മാർജിൻ ഉള്ള ഹൈപ്പർപ്ലെയിൻ. Okay, so adine designate cheyan vendiyittaan we have the equation all positive samples will be w
dot xi minus b, which is greater than or equal to plus 1. If yi is, that is yi എന്ന് പറയുന്ന class ആണ്, if the class is positive, then this is how all the positive samples will lie above the hyperplane. And w dot xi minus b less than or equal to minus 1 ആണ് the region where the negative samples lie, where i is equal to minus 1. So if we combine these two, നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് എങ്ങനെയാ കമ്പൈൻ ചെയ്തതെന്ന്. ഈ രണ്ട് ഇക്വേഷന്റെ അകത്തും ഈ yi എന്നുള്ള ടേം നമ്മൾ ഈ രണ്ട് സൈഡിലോട്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ both of the equations reduces to a single equation, yi into w dot xi minus b greater than or equal to 1 എന്ന് റെഡ്യൂസ് ചെയ്യും. ദാറ്റ് ഇസ് ജസ്റ്റ് മുകളിലത്തെ കേസിൽ yi plus 1 ആയിരിക്കുന്ന കേസിൽ yi into w dot xi minus b is greater than or equal to, ഇപ്പുറത്തെ സൈഡിൽ 1 into 1 is 1. അപ്പോൾ ആ ഇക്വേഷൻ അങ്ങനെ തന്നെ കിടക്കും. സെക്കൻഡ് ഭാഗത്ത് -1 രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ വി വിൽ ഗെറ്റ് yi w dot xi minus b, ആൻഡ് ഇപ്പറേ മൈനസ് സൈൻ വന്നത് കാരണം the sign will change. When the sign changes, -1 into -1 1 ആകും, and the sign will change into greater than or equal to 1. So both the equations reduces to yi into wi xi minus b greater than or equal to 1 for all the values of the data set. Okay, so ippam hyperplane in oru common equation namukku kitti. Okay, now the distance between the two hyperplanes is, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, distance between these two hyperplanes is w divided by absolute value of w into x1 minus x2. Okay, into x1 minus x2 is equal to 0 എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടിയിരുന്നത്. സോ ദാറ്റ് ഡിസ്റ്റൻസ്, രണ്ടിന്റെ ഡിസ്റ്റൻസ്. പക്ഷേ ഈ രണ്ട് ഇക്വേഷൻ, സോറി, ഈ രണ്ട് ഇക്വേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തുവാ? w കോമൺ ആയിട്ട് വെളിയിൽ വരും. x1 ആൻഡ് ഇത് x2 ആണെങ്കിൽ x1 മൈനസ് x2, ഈ രണ്ടും ക്യാൻസൽ ആവും, ഇത് രണ്ടും ക്യാൻസൽ ആവും, will be equal to 0. So what will we get? w into x1 minus x2 is equal to 1 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് രണ്ടും this is equal to 1 ആണെന്നുണ്ടെങ്കിൽ then ഇത് രണ്ടും പോസിറ്റീവ് ആണ്. സോ 1 minus -1 എന്ന് പറയുമ്പോൾ this will become 2. Okay, so w dot x1 minus x2 is equal to 2. ആ വാല്യൂ ആണ് ഇവിടെ മുകളിൽ. ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേനും, അത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലുണ്ട്, അത് നിങ്ങൾ അവിടെ ചെക്ക് ചെയ്യാം. Okay, we get that the distance between the hyperplane is 2 divided by the absolute value of the perpendicular vector. Okay, so what does the maximum distance depend upon? ഈ വെക്ടർ w എന്ന് പറയുന്ന വെക്ടർ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് കൊണ്ട് ഹോൾ ഡിസ്റ്റൻസിനെ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ w-നെ മിനിമൈസ് ചെയ്താൽ മതി. ഓക്കെ, ഈ w-നെ മിനിമൈസ് ചെയ്യുമ്പം സ്ക്വയർ റൂട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാട്ട് ഇസ് ഈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് w എന്ന് പറയുന്നത്? യുക്ലീഡിയൻ ഡിസ്റ്റൻസ് ഓഫ് 2 പോയിന്റ്സ് ആണ്. അവിടെ വി ഹാവ് ഗോട്ട് സ്ക്വയർ റൂട്ട് ആൻഡ് സം. ഓക്കെ, സ്ക്വയർ റൂട്ടും സ്ക്വയറും സമ്മും ആണുള്ളത്. അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, for convenience sake ആണ് നമ്മൾ half of w square എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്. Okay, this is for complexity reduction, but the linearity, the ratio of the values will be the same. So ഇവിടെ ഡിഫറൻസ് ഒന്നും വരത്തില്ല. So w മിനിമൈസ് ചെയ്യാനായിട്ട് instead of absolute value of w മിനിമൈസ് ചെയ്യുന്നതിന് പകരം half of w, absolute value of w യുടെ സ്ക്വയർ മിനിമൈസ് ചെയ്താലും എഫക്റ്റ് സെയിം ആയിരിക്കും. So from now on we will be referring to half of absolute value of w square. Okay, now what has happened? The SVM problem has reduced to finding a hyperplane with two vectors w, sorry, not two vectors, with the perpendicular vector w and a number b. Okay, where the constraints are to minimize half of the absolute value of w square
and then you multiply yi into w dot xi minus b, we must get the value greater than a value which is greater than or equal to 1. So ഇത് രണ്ടുമാണ് constraints. Okay, w minimum ആയിരിക്കണം, y into w dot x minus b must be greater than 0. Sorry, greater than or equal to 1. Okay, because that's the condition that we got for two classes. Positive and negative ne കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് നമുക്ക് കിട്ടിയ കണ്ടീഷൻ ആണ് അത്. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്ന ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് w and b which is suitable for these two constraints. Okay, അതിന് ഈ SVM ക്ലാസിഫയറിൽ നമ്മൾ ചെയ്യുന്നത്, സപ്പോസിങ് we have got some perpendicular vector w, എക്സാക്ട് ആയിരിക്കത്തില്ല, നമ്മൾ ഒരു റാൻഡം ആയിട്ട് ഒരു പെർപെൻഡിക്കുലർ വെക്ടർ എടുത്തു, ഒരു റാൻഡം കോൺസ്റ്റന്റ് വാല്യൂ b യും എടുത്തു, and we are assuming that that is the solution. Okay, so let x bar be an unclassified data എന്ന് വെച്ചാൽ ഇതുവരെ കാണാത്ത ഒരു സാമ്പിൾ ഡേറ്റ x നമ്മൾ എടുത്തു, in such a way that the equation w dot x തന്നിരിക്കുന്ന ഈ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന w dot ഈ പുതിയ വാല്യൂ x input x minus b will be greater than 0 for a positive sample and it will be less than 0 for a negative sample. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു w ഉം ഒരു b യും കിട്ടി ഈ പുതിയ x നെ ക്ലാസിഫൈ ചെയ്യാനായിട്ട്, such that ഈ ഇക്വേഷന്റെ അകത്ത് ഞാൻ x ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ the value will be greater than 0 for positive samples and value will be less than 0 for negative samples. അങ്ങനെ നമുക്ക് കിട്ടി. Okay, now നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ you know ഈ w ഉം b യും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് I need Lagrangian constants. Okay, Lagrangian multipliers alphas യൂസ് ചെയ്തിട്ടാണ്, alpha I values യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. അതിന്റെ ഡെറിവേഷൻ അതിന്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. Lagrangian equation യൂസ് ചെയ്തിട്ട് we are not going into the Lagrangian mathematics. We are assuming that we have got alpha I such that w is equal to alpha I yi xi. അപ്പോൾ നമുക്കുള്ള എല്ലാ ഡേറ്റ സെറ്റ്സിന്റെയും ഒരു ലീനിയർ സം ആണ് w എന്ന് പറയുന്ന വാല്യൂ വിത്ത് റെസ്പെക്ട് ടു ദി Lagrangian multiplier. Okay, ഓരോ സാമ്പിളിനും ഓരോ Lagrangian multiplier ഉണ്ട്. So sample 1 has got alpha 1, sample 2 will have alpha 2, sample 3 will have alpha 3, അങ്ങനെ പോവാണ്. Okay, and b is equal to minimize ചെയ്യണം എന്നാണല്ലോ പറഞ്ഞത്, half of ആ ഡിസ്റ്റൻസ് മിനിമൈസ് ചെയ്യണം. സോ ആ വൺ സൈഡിലുള്ള ഡിസ്റ്റൻസിനെയാണ് b എന്ന് പറയുന്നത്. So we have b is equal to half of the minimum value of w dot xi in the positive direction and maximum of w dot xi in the negative direction. Okay, so ഈ equation നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ b യും കിട്ടും. ഇതിന്റെ derivation is there in the previous video, please go look at it. Okay, and we have the Lagrangian multipliers alpha 1, alpha 2, etc. alpha n for all the n data sets. Okay, so ഈ ആൽഫ 1, ആൽഫ 2, ആൽഫ n കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഡിസ്റ്റൻസ് മാക്സിമൈസ് ആകുന്ന രീതിയിലുള്ള വെക്ടറിനെ കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദി ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് സം ഓഫ് ആൽഫ I minus 1/2 sum of alpha I alpha j yi yj xi dot xj. ഓക്കെ, അപ്പം ഈ ആൽഫ എന്ന് പറയുന്ന വാല്യൂ ഈ പർട്ടിക്കുലർ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതേപോലെ തന്നെ we have got sum of alpha I yi should be equal to 0. Okay, for all values of the data samples. ഇതാണ് നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ ഡെറിവേഷൻ കണ്ടെത്തിയിരിക്കുന്നത്. Now to specify a solution for the SVM problem, we need only to specify the support vectors. എല്ലാ പോയിന്റുകളിൽ നിന്നും നമ്മൾ ഡിസ്റ്റൻസ് നോക്കുന്നില്ല, ഏറ്റവും അടുത്ത് കിടക്കുന്ന പോയിന്റുകളിൽ നിന്ന് മാത്രമേ നമ്മൾ ഡിസ്റ്റൻസ് നോക്കുന്നുള്ളൂ. സോ assume that xi are the support vectors and we need the corresponding
coefficients alpha I, yi for xi. Okay, so given a two-class problem, we have, assuming that it is linearly separable, the data is linearly separable for n points, and we have yi is either +1 or -1. Phi എന്ന് പറയുന്നതാണ് നമ്മുടെ equation to find be maximized. Okay, distance hyperplane maximize the equation. So the equation derivative we have found out this is the value, and at the same time this value is subject to the condition that all the alpha I, yi adine ellam kuda add cheyidu kazhinjal, then we should get the value equal to 0. Okay, derivation നേരത്തെ ഉണ്ട്, അവിടെ ചെന്ന് നോക്കാം. I am not doing the derivations here. So ഈ രണ്ട് ഇക്വേഷൻ ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഈ രണ്ട് ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഡബ്ല്യൂയും ബിയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ, if it is possible to calculate it, then we have got the hyperplane. Okay, so once we have got these values, ഈ കാര്യങ്ങൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, then we have w is equal, w and b ആണ് ultimately calculate ചെയ്യേണ്ടത്. So w is simply equal to alpha I, yi, xi. The sum of all the terms alpha I, yi and xi is w, and b is half of w dot xi for the positive values and the minimum of this value plus the maximum of the value for the negative distances. And the SVM classifier will be w value dot x bar minus the b, which is a constant, where all the alpha I values are non-zeros only if xi is a supporting vector. Okay, so supporting vector allata ella input data sets inum alpha I 0 ആയിരിക്കും. അതുകൊണ്ട് അതിനെ ഒന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. We only need to take the support vectors. Okay, ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതൊന്ന് നോക്കാം. We have got an example, 2 examples. Okay, അതിൽ ഒരെണ്ണം ഒരു പോസിറ്റീവ് എക്സാമ്പിൾ ആണ്, മറ്റേത് നെഗറ്റീവ് എക്സാമ്പിൾ ആണ്. So we have got 2, 1 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, which is a positive sample, and 4, 3 is another point which is a negative sample. Okay, so ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് phi of alpha ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഹിയർ വി ഡു നോട്ട് നോ വാട്ട് ഇസ് ആൽഫ 1 ആൻഡ് ആൽഫ 2, അത് നമ്മൾ കണ്ടുപിടിച്ചെടുക്കണം. ഓക്കെ, സോ സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് വാട്ട് വി ഡു നോ. ഓക്കെ, എക്സ് ഐക്ക് പകരം നമ്മൾ എക്സ് ഐ ഇസ് x1 ആൻഡ് ജെ ഇസ് x2 എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ x1 dot x2 ആണ് നമ്മൾ പറയുന്നതെങ്കിൽ, if we have got x1 dot x2, then we have to എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. So let's just substitute the values over. ഇവിടെ sum of all alphas. Okay, so ഇവിടെ n എന്ന് പറയുന്നത് 2 ആയതുകൊണ്ട് i is equal to 1 ഉണ്ട്, i is equal to 2 ഉണ്ട്. So it becomes alpha 1 plus alpha 2. അത് കഴിഞ്ഞിട്ട് we have -1/2. In that we have sum over I is equal to 1, j is equal to 1, and both up to n. So we have ആദ്യത്തെ കേസിൽ I യും j യും 1 ആയിരിക്കും. So we will have alpha 1, alpha 1, y1, y1, x1 dot x1. Okay, second time I 1 തന്നെ ആയിരിക്കും, j 2 ആകും. So we have alpha 1, alpha 2, y1, y2, x1 dot x2. Next time we have got I is equal to 2 and j is equal to 1. So we have got alpha 2, alpha 1, y2, y1, x2, x1. And the next time we have I is also equal to 2, j is also equal to 2. So alpha 2, alpha 2, y2, y2, x2 dot x2. Okay, so ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത്. ഫോർ ലൂപ്പ് എക്സ്പാൻഡ് ചെയ്യുന്നത് പോലെ തന്നെ അങ്ങ് എക്സ്പാൻഡ് ചെയ്യുക. Now all we need to do is substitute the values. Okay, now dot product of two vectors എങ്ങനെയാ കാണുന്നതെന്നുള്ളത് I hope I don't have to tell you. Corresponding values തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം, ഇത്രയേ ഉള്ളൂ ഡോട്ട് പ്രോഡക്റ്റ്. ഓക്കെ, സോ ആൽഫ 1 ഉം ആൽഫ 2 ഉം നമുക്ക് വാല്യൂസ് അറിയത്തില്ല. സോ ആൽഫ 1 is simply alpha 1 square. y1 ഉം y1 ഉം y1 is +1 and y2 is -1. So this is +1 into +1. And then we have x1 is
2, 1. So we have 2 into 2 plus 1 into 1. Okay, so 2 into 2 plus 1 into 1, adana x1 dot x1. In alpha 1, alpha 2 again arayithilla. Y1 is plus 1, y2 is minus 1. x1 dot x2 nu parayumbo 2 into 4 plus 1 into 3. Okay, so that's the value we have over here. Plus alpha 2, alpha 1, we don't know the values. Then we have y2 is minus 1, y1 is plus 1, and x2 dot x1 is 4 into 2 plus 3 into 1. Plus again alpha 2 square, minus 1 into minus 1, 4 into 4 plus 3 into 3. Okay, now whatever values ullathellathine nammal simplify cheya. Simplify cheyumbol namukku kittum alpha 1 plus alpha 2 minus half 5 alpha square minus 22 alpha 1 alpha 2 plus 25 alpha 2 square. Okay, ഇത്രയാണ് നമുക്ക് phi of alpha യുടെ equation ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അത് അവിടെ നിൽക്കട്ടെ. ഇനി we know that this is subject alpha must be, all the alpha values must be chosen in such a way that alpha I yi sum ചെയ്യുമ്പം 0 ആയിരിക്കണം. അത്രയും നമുക്ക് അറിയാമല്ലോ. So adine sum cheyyam. We have got only two values. So alpha 1 y1 plus alpha 2 y2. Here we know that y1 is plus 1 and y2 is minus 1. So we have sum cheyyumbam alpha 1 minus alpha 2 is equal to 0. ഇത് ഈ സം ചെയ്യുമ്പോൾ 0 ആയിരിക്കണം എന്നാണ് നമുക്കുള്ളത്. സോ വി ഹാവ് ആൽഫ 1 മൈനസ് ആൽഫ 2 ഇസ് ഈക്വൽ ടു 0. അതിന്റെ അർത്ഥം എന്തുവാ? ആൽഫ 1 ഉം ആൽഫ 2 ഉം ഈക്വൽ ആണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് പിടികിട്ടി. ഓക്കെ, സോ ഇഫ് വി ഹാവ് ആൽഫ 1 ആൻഡ് ആൽഫ 2 ഇസ് ഈക്വൽ ടു 0, നൗ എക്സാക്ട് വാല്യൂസ് നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഈ രണ്ട് ഇക്വേഷൻ ഇപ്പൊ ഇത്രയത്തിൽ നിന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നൗ വി നോ ദാറ്റ് ആൽഫ 1 and alpha 2 is equal. So അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷന്റെ അകത്ത് we can substitute instead of alpha 2 alpha 1 എന്ന് തന്നെ നമുക്ക് എഴുതാം. So we will get over here 2 alpha 1 and ഇതിനെ simplify ചെയ്യുമ്പോൾ we will get 4 alpha 1 square. Okay, so we get phi of alpha now becomes 2 alpha 1 minus 4 alpha 1 square. ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, to find the maximum of a particular value, we find alpha 1 ne maximize cheyanamennundengil what we need to do, derivative of phi with respect to alpha 1. So if there were different values, then adinte ellathindeyum with respect to nammal derivative edukkanam. Okay, so idine with respect to alpha 1 phi യുടെ derivative with respect to alpha 1 nammal edukkuvaണെങ്കിൽ we get 2 minus 4 into 2 alpha 1. So we get 2 minus 8 alpha 1 is equal to 0. So ഇതിൽ നിന്നും 2 minus 8 alpha 1 is equal to 0 ൽ നിന്നും we will get that alpha 1 is equal to 1 by 4. അങ്ങനെയാണെങ്കിൽ ഇനി I can substitute the values of alpha in my equation. Okay, so now W യുടെ equation നമുക്കറിയാം is the sum of alpha I, yi and xi. Here we have only two values for xi. So alpha 1 y1 x1 plus alpha 2 y2 x2 ആണ് W യുടെ വാല്യൂ. ആ വാല്യൂസ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we get quarter of -2 ആണ് 1 by 4. അപ്പോൾ we get minus 1 by 2 comma minus 1 by 2 ആണ് the perpendicular vector 0 to ആ particular vector ആണ് W എന്ന് പറയുന്നത്. B ഇതിന്റെ അകത്ത് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ we get W dot x1 plus W dot x2 അതിന്റെ ഹാഫ് ആണ് B എന്ന് പറയുന്ന വാല്യൂ. സോ വി ഹാവ് minus 5 by 2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ W dot product of x minus 1 by 2 minus 1 by 2 dot x1 x2 minus of minus 5 by 2 ആണ് നമ്മുടെ SVM-ന്റെ hyperplane-ന്റെ value. Okay, so because both are vectors and both are dot products, this multiplied by this into this multiplied plus this multiplied by this is our dot product. So അത് simplify ചെയ്ത് വരുമ്പോൾ we have minus 1 by 2 x1 plus x2 minus 5 is our SVM. So x1 minus x1 plus x2 minus 5
is actually ഈ രണ്ട് പോയിന്റിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ശരിക്കും ഹൈപ്പർപ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ കണ്ട ഡെറിവേഷൻ ആക്ച്വലി അപ്ലൈ ചെയ്യുമ്പോൾ we got the SVM for these 2 points is x1 plus x2 minus 5 is equal to 0. Okay, ഇനി soft margin hyperplanes. Soft margin hyperplanes എന്ന് വെച്ച് കഴിഞ്ഞാൽ if there are 2 class data sets and it is not linearly separable, okay, or additional variable psi is added and we look at all deviations. Each psi value deviate ചെയ്യുന്നു from the actual hyperplane can deviate psi value to the right or to the left. Okay, ഇനി എന്തൊക്കെ types of deviations are possible? ആ hyperplane-ന്റെ ഒരു particular instance, if it is lying on the wrong side of the hyperplane and can be misclassified. എന്ന് വെച്ചാൽ ഒരു positive instance negative side കിടക്കുന്നു, but it is not -1. Okay, it is in that area in between 0 and -1, and it can be misclassified. That is one deviation that is possible. Another is that it is on the right side itself, പക്ഷേ +1 ന് മുകളിലല്ല. Again, ആ സ്പേസിന്റെ ഉള്ളിൽ കിടക്കുക. Okay, but it's on the right side of the hyperplane. These are the 2 deviations that are possible. ഈ കേസുകളിലാണ് ഈ psi എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് if the psi I is equal to 0, misclassification ഇല്ല, misclassification നടക്കാനായിട്ടുള്ള ചാൻസും ഇല്ല, it is correctly classified. Now if the value is somewhere in between 0 and 1, that is positive instance positive side തന്നെയാണ് കിടക്കുന്നത്, പക്ഷേ it is not greater than +1 or equal to +1. Okay, ഈ രണ്ടിന്റെ ഇടയിലാണ് കിടക്കുന്നതെങ്കിൽ then the psi value, if it is in between, then it is correctly classified, but it is very close to the margin. Okay, and if the psi value becomes greater than that distance, then a misclassification is possible. So error എങ്ങനെയാ calculate ചെയ്യുന്നത്? എല്ലാ ഇൻസ്റ്റൻസസിന്റെയും psi value calculate ചെയ്ത്, that is the distance from the margin, and if the distance from the margin is within the 0 to 1 range, then there is a value for psi. അല്ലെങ്കിൽ psiയുടെ വാല്യൂ ഇല്ല, 0 യാ. Okay, കറക്റ്റ് ആയിട്ട് ക്ലാസിഫിക്കേഷൻ നടക്കുന്നു. Okay, ആ psi values എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതിനാണ് soft error എന്ന് പറയുന്നത്. And when we are doing learning or training, we want the soft error also to be minimized. That is called soft margin hyperplanes. Okay, ഈ hyperplane ഒരു ചെറിയ ആ മാർജിന്റെ ഉള്ളിലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. Okay, so this is what I have explained. So ഇതാണ് നമ്മുടെ actual data sets. Okay, so ഈ പോയിന്റിലാണ് this point, and to this side our values are either greater than or equal to 1, or and on this side it is less than or equal to 1. So ഇത് നെഗറ്റീവ് ഇൻസ്റ്റൻസും പോസിറ്റീവ് ഇൻസ്റ്റൻസും ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ലൈനെ തന്നെയാണ് ഇൻസ്റ്റൻസ് കിടക്കുന്നതെങ്കിൽ the psi value is equal to 0. Okay, and if it is ഇവിടെ കിടക്കേണ്ട ഒരു പോയിന്റ് അപ്പറേ കിടക്കുക, റോങ് ആയിട്ടുള്ള മാർജിന്റെ ഒത്തിരി ഡിസ്റ്റൻസ്, ഈ ഏരിയയിലും അല്ല കിടക്കുന്നത്, അങ്ങ് മാറിക്കിടക്കുക. Now it is the positive error. Okay, so this psi value will be greater than 1. For ഈ സ്പേസിന്റെ ഉള്ളിൽ കിടക്കുന്നത് കണ്ടോ, it is on the right correct side of the hyperplane, but it is not, ഇവിടെ ആണെങ്കിലാണ് +1 കിടക്കുന്നത്, കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. It's on the correct side but very close to the margin. This distance കിടക്കുന്നതിനാണ് it is between 0 and 1 എന്ന് പറയുന്നത്, the psi value. Okay, so these are the 3 instances. ഈ 3 instancesലാണ് ഈ particular value adjust ചെയ്യാനായിട്ട്, നമ്മുടെ decision rule adjust ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് psi, soft error psi വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. Okay, now if we reformulate the SVM value with the psi values, then minimize ചെയ്യേണ്ടത് ഈ വെക്ടറിന്റെ വാല്യൂ മാത്രമല്ല, a constant into the sum of the size must also be added to our minimized values. അപ്പോൾ നേരത്തെ എവിടൊക്കെയാണ് നമ്മൾ half of w square മാത്രം
ഇട്ടിരുന്നത് അവിടെ എല്ലാം നമ്മൾ ഈ psi വാല്യൂവും കൂടെ ആഡ് ചെയ്യും. അത്രയേ ഉള്ളൂ. സോ ദ ഇക്വേഷൻ ചേഞ്ചസ് ഫ്രം മിനിമൈസ് ദിസ് വാല്യൂ ആൻഡ് the condition that is to be subjected is 1 minus psi I. Okay, ഇതാണ് ഇങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ then we are using soft margin. Hyperplane has got a soft margin. Okay, then kernel functions. Kernel functions നേരത്തെ വീഡിയോയിൽ കണ്ടായിരുന്നു. Kernel function എന്ന് പറയുന്നത് is a function that can be used to represent the dot product of two vectors. അപ്പോൾ ആ വെക്ടർ ലീനിയർ കേർണൽ നമ്മൾ എടുത്തപ്പോൾ k of x, y എന്ന് പറയുന്നത് phi of x dot phi of y. We don't need to know what is the phi function. കാരണം k നമുക്ക് തന്നിട്ടുണ്ട്. So inside എന്തോ സംഭവിക്കുന്നതെന്ന് എക്സാക്ട്ലി നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. It is mapping the data from a plane where the data is non-linearly separable to a plane to a dimension where the data is linearly separable. ഇത്രയേ ഉള്ളൂ ഈ കേർണൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. അങ്ങനെ കേർണൽ ഫംഗ്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കേർണൽ ഫംഗ്ഷനുകൾ ഉണ്ട്. ഓക്കെ, സോ ഹിയർ if they are telling us show that the function k is a kernel function, അതിന് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ്. അവർ നമുക്ക് k തന്നിട്ടുണ്ടാവും, ഫൈയുടെ വാല്യൂം തന്നിട്ടുണ്ടാവും. ഓക്കെ, സോ തന്നിരിക്കുന്ന കെയുടെ വാല്യൂം ഫൈയുടെ വാല്യൂം വെച്ചിട്ട് all you need to show is that k of x, y if it is x dot y the whole square അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് phi of x dot phi of y, that is ഇത് രണ്ടും ആണല്ലോ phi of x ഉം phi of y ഉം. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് is x1 square dot x1 square y1 square square root of 2 ഉം 2 ഉം 2 ആകും. x1 y1 x2 y2 and x2 square y2 square. Okay, so ഇതിന്റെ രണ്ടിന്റെയും ഡോട്ട് പ്രോഡക്റ്റും ഈ ഡോട്ട് പ്രോഡക്റ്റ് സ്ക്വയറും രണ്ടും ഈക്വൽ ആണ് എന്ന് കാണിച്ചാൽ മാത്രം മതി. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റും ഈ വാല്യൂം സെയിം ആണ്. സോ കേർണൽ ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഷോ ദാറ്റ് ബോത്ത് ഓഫ് ദം ആർ ഈക്വൽ. That is all. Then we have some of the important kernel functions. One is homogeneous polynomial kernel. Okay, so x dot y raised to some d value which is a positive value. Non-homogeneous polynomial kernel എന്ന് പറയുമ്പം we have x dot y plus theta where theta is a real value and d is a positive integer. Okay, radial basis function, Gaussian radial basis function അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സർക്കുലർ ആയിട്ടുള്ള ഒരു ഇതാണെങ്കിൽ സെന്ററിൽ ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള ഏറ്റവും ഡെൻസ് ആയിട്ടുള്ള ഏരിയ വരും. ആസ് ഇറ്റ് മൂവ്സ് അവേ ഫ്രം ദ സെന്റർ ഇറ്റ്സ് സ്പ്രെഡ് ചെയ്ത് കളർ കുറഞ്ഞു വരും. എന്ന് വെച്ചാൽ ഡെൻസിറ്റി കുറഞ്ഞു വരും. അതാണ് ശരിക്കും റേഡിയൽ ബേസിസ്. നമ്മൾ ന്യൂറൽ നെറ്റ്വർക്കിൽ ഒത്തിരി യൂസ് ചെയ്യുന്ന ഒരു കേർണലാണ് റേഡിയൽ ബേസിസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് എ ഗോഷ്യൻ റേഡിയൽ ബേസിസ് ഫംഗ്ഷൻ. പിന്നെ വി ഹാവ് ഗോട്ട് എ ലപ്ലാഷ്യൻ കേർണൽ ഫംഗ്ഷൻ. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഹൈപ്പർബോളിക് ടാൻജന്റ് ഫംഗ്ഷൻ ഓർ സിഗ്മോയിഡൽ കേർണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടാൻ എച്ച് ഓഫ് എന്ന് പറയുന്നത് ലീനിയർ ഫംഗ്ഷന്റെ ഒരു സോഫ്റ്റ് ആയിട്ട് കേർവ് വരുന്നതാണ് ഈ പർട്ടിക്കുലർ ഫംഗ്ഷൻ. ഇങ്ങനെ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒത്തിരി തരം കേർണൽ ഫംഗ്ഷൻസ് ഉണ്ട്, ഓരോന്നിനും ഓരോ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഓക്കെ, അത് പറയുന്നത് മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് ദ കേർണൽ മെത്തേഡ്? ഓക്കെ, ഇതിപ്പോ ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പായിട്ട് നേരത്തെ കണ്ട ഇക്വേഷൻസിന്റെ അകത്ത് എവിടൊക്കെ ഡോട്ട് പ്രോഡക്റ്റ് x1 ഡോട്ട് x2 xi ഡോട്ട് xj അങ്ങനെ എവിടൊക്കെ വന്നിട്ടുണ്ടോ അവിടെ എല്ലാം കേർണൽ ഫംഗ്ഷനുമായിട്ട് റീപ്ലേസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ദ കേർണൽ മെത്തേഡ് different from the earlier SVM method. Okay, so we choose an appropriate kernel function, formulate and solve the optimization problem simply by replacing the inner product with the kernel function. And when you replace the inner product with the kernel function, you get wherever there is z, it is the unclassified data, and wherever there is xi, it is an input vector. And that's our support vector. Okay, so ഇതിന്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ see nothing is different. The only thing is ഇവിടെ xi dot xj എന്നായിരുന്നു നമ്മുടെ നേരത്തെ ഇക്വേഷനിൽ. അതിനെ ഞാൻ കേർണൽ ഫംഗ്ഷനുമായിട്ട് റീപ്ലേസ് ചെയ്തു. വേറെ ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല. ഇവിടെയും xi dot xj ആയിരുന്ന സ്ഥലങ്ങളിൽ I have replaced with the kernel function. That's all. ഇതിന്റെ അകത്ത് വേറെ ഡിഫറൻസുകളൊന്നും ഇല്ല. Okay, now suppose ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത് 2 ക്ലാസ് പ്രോബ്ലം ആണ്.
Supposing we have a multi-class problem. രണ്ട് മെത്തേഡ് ഉണ്ട് നമുക്ക് SVM യൂസ് ചെയ്ത് മൾട്ടി-ക്ലാസ് പ്രോബ്ലത്തിനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് മെത്തേഡ് ഇസ് 1 against all. ഓക്കെ, സോ നമുക്ക് 3 ക്ലാസ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ക്ലാസ് against the other 2, then രണ്ടാമത്തെ ക്ലാസ് against the other 2, പിന്നെ മൂന്നാമത്തെ ക്ലാസ് against the other 2. അങ്ങനെ 3 SVM ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ 3 SVM-ലും it will say whether it is class 1 or not. Second, it will say whether it is class 2 or not. And third, it will say whether it is class 3 or not. ഏതിനാണോ ഏത് ക്ലാസ് ആണോ ആണ് എന്ന് പറയുന്നത് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. All the others will get rejected. And highest value ഏത് ക്ലാസിഫിക്കേഷൻ ആണോ ഉള്ളത് അതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുന്നത്. Okay, now another method is 1 against all. അപ്പൊ 3 ക്ലാസ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ക്ലാസ് 1ഉം ക്ലാസ് 2ഉം കൂടെ എടുത്ത് 2 ക്ലാസ് ആയിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്യും. അത് കഴിഞ്ഞ് ക്ലാസ് 2ഉം ക്ലാസ് 3ഉം ആയിട്ട് എടുത്തിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യും. പിന്നെ ക്ലാസ് 3ഉം ക്ലാസ് 1ഉം എടുത്തിട്ട് ക്ലാസിഫൈ ചെയ്യും. അപ്പം എല്ലാത്തിനും 2 ക്ലാസിഫയേഴ്സ് പറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഒരു സിമ്പിൾ വോട്ടിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഏത് ക്ലാസ് ആണെന്ന് 2 ക്ലാസിഫയേഴ്സ് ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഔട്ട്പുട്ട്. That's all.